പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹിന്ദിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷി ഓർ ദീമക് എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണല്ലോ ഇന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? നൗജവാൻ പക്ഷി, ദീമക്കും ഗാനേക്കും ഉസ്കോ ബഡാ ഷൗക്ക് ഹെ. യുവാവായ നമ്മുടെ പക്ഷി, അവന് ദീമക്കുകൾ കഴിക്കാൻ, ചിതലുകൾ കഴിക്കാൻ വളരെ താല്പര്യമുള്ളവനാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഭക്ഷണം ഉപേക്ഷിച്ച് ചിതലുകൾ വാങ്ങിക്കാൻ വേണ്ടി അവൻ താഴേക്ക് ഇറങ്ങുന്നു. വ്യാപാരിയുമായിട്ട് അവനൊരു കച്ചവടം ഉറപ്പിക്കുന്നു. എന്ത് കച്ചവടമാണ്? ഉസ്കെ ദോ പങ്ക് കെ ബദലെ ദീമക് ഗാനേക്ക. അവൻ്റെ ഒരു ചിറകിന് പകരമായിട്ട് 2 ദീമക്കുകൾ വാങ്ങിക്കാനുള്ള ഒരു കച്ചവടം അവൻ വ്യാപാരിയുമായിട്ട് ഉറപ്പിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും തൻ്റെ ഓരോ ചിറകുകൾ പറിച്ച് വ്യാപാരിക്ക് നൽകുകയും അവനിൽ നിന്ന് ലഭിക്കുന്ന ദീമക്കുകൾ കഴിച്ച് അതിൻ്റെ സ്വാദിൽ അവന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് പിന്നീട് സംഭവിച്ചത്? ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുച്ച് ദിനോ തക് ഐസാ ഹി ചൽത്താ രഹ. കുച്ച് ദിനോ തക്. എന്താണ് കുച്ച് ദിനോ തക് എന്ന് പറഞ്ഞാൽ? കുറച്ച് ദിവസങ്ങളോളം ഐസാ ഹി ചൽത്താ രഹ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങളോളം ഐസാ ഹി, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? വ്യാപാരിക്കോ യാ बैलगाड़ी वाले को एक पंग वो देता है और उसके बदले 2 दीमक खरीद कर वो खाते हैं. നമ്മുടെ കാളവണ്ടിക്കാരന് ഒരു ചിറക് നൽകുകയും ഉസ്കെ ബദലെ, അതിന് പകരം എന്ത് ചെയ്യുന്നു? 2 ദീമക് ഖരീദ് കർ, വാങ്ങിച്ചുകൊണ്ട് ഉസെ ഖാത്തർ, അത് കഴിച്ചുകൊണ്ടിരുന്നു. ഓ ആഖെ ബർത്താ രഹ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. അങ്ങനെ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ഉസ്കെ പിതാനെ യെ ദേഖ് ലിയ. നമ്മുടെ നൗജവാൻ പക്ഷിയുടെ പിതാവ് യെ ദേഖ് ലിയ, ഇത് കണ്ടു. കിസ്കെ പിതാജീനെ ദേഖ? നൗജവാൻ പക്ഷിക്ക് പിതാജീനെ യെ ദേഖ് ലിയ, ഇത് കണ്ടു. ഉസ്നെ സംജാനെ കി കോശിഷ് കി. ഉസ്നെ സംജാനെ കി കോശിഷ് കി. എന്താ സംജാന? സംജാന പറഞ്ഞ് മനസ്സിലാക്കുക. സംജാന ക്യാ ഹെ? പറഞ്ഞ് മനസ്സിലാക്കുക. സംജാനെ കി കോശിഷ് കി, പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആരെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നമ്മുടെ നൗജവാൻ പക്ഷിയെ സംജാനെ, പറഞ്ഞ് മനസ്സിലാക്കാൻ ഉസ്കെ പിതാജി, അവൻ്റെ പിതാജി എന്ത് ചെയ്തു? കോശിഷ് കി, പരിശ്രമിച്ചു. കി എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ബേഠേ ദീമക്കേ ഹമാരെ സ്വാഭാവിക് ആകാർ നഹി ഹെ. ബേഠേ മോനെ, ദീമക്കേ ഹമാരെ സ്വാഭാവിക് ആഹാർ നഹി ഹെ. ദീമക്കുകൾ എന്തല്ല? ഹമാരെ സ്വാഭാവിക് ആഹാർ നഹി ഹെ, നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല. എന്താണ് പിതാവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മളെ യുവാവായ പക്ഷിക്ക്? ബേഠേ ദീമക്കേ ഹമാരെ സ്വാഭാവിക് ആഹാർ നഹി ഹെ, നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല മകനെ ദീമക്കുകൾ. और उनके लिए अपने पंग तो, ഇനി അതിനു വേണ്ടി അപ്നെ പങ്ക്. എന്താണ് പങ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം? പങ്ക്, ചിറകുകൾ. അപ്നെ പങ്ക്, തൻ്റെ ചിറകുകൾ എന്ത് ചെയ്യരുത്? ഹർഗിസ്. എന്താണ് ഹർഗിസ് എന്ന് പറഞ്ഞാൽ? ഹർഗിസ് ഒരിക്കലും. എന്താണ് ഹർഗിസ് എന്ന് പറഞ്ഞാൽ? ഒരിക്കലും. നഹി ദിയാ ജാ സക്തേ, നൽകാൻ പാടുള്ളതല്ല. അപ്പോൾ നമ്മുടെ സ്വാഭാവികമല്ലാത്തൊരു ഭക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മുടെ ചിറകുകൾ എന്ന് പറഞ്ഞ പക്ഷിയുടെ അസ്തിത്വമാണ് അല്ലേ, അടിത്തറയാണ്. ചിറകില്ലാത്തവന് പറക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. പക്ഷികൾ പറക്കാൻ കഴിയുന്നവരാണ്. അങ്ങനെ ചിറകില്ലാതെ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. അവൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. എന്തിനു വേണ്ടിയിട്ട്? സ്വാഭാവികമല്ലാത്തൊരു ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ലോ. ഇതാര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്? നൗജവാൻ പക്ഷിക്ക് പിതാജി ഉസേ സംജാ ദിയ, മനസ്സിലാക്കി കൊടുക്കുകയാണ്. ലേക്കിൻ ക്യാ ഹുവ, എന്നാൽ എന്താ സംഭവിച്ചത്? उस नौजवान पक्षी ने बड़े गर्व से अपने मुंह दूसरी ओर कर दिया. उस नौजवान पक्षी ने क्या किया मित्रों? എന്താണ് ആ യുവാവായ പക്ഷി ചെയ്തത്? उस नौजवान पक्षी ने बड़े ही गर्व से, വളരെ ഗർവ്. എന്താ ഗർവ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഗർവ്, അഹങ്കാരം. ബഡേ ഹി ഗർവ്, എങ്ങനെ? വളരെ അഹങ്കാരത്തോടു കൂടി അപ്നാ മൂഹ്, തൻ്റെ മുഖം ദൂസരി ഓർ കർ ദിയ, മുഖം തിരിക്കുക.
എന്താണ് മുഹ് ദൂസരി ഓർ കർണ എന്ന് പറഞ്ഞാൽ മുഖം തിരിക്കുക. എന്താ മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കാതിരിക്കുക, പിതാവിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ആര് ശ്രദ്ധ കൊടുത്തില്ല? യുവാവായ പക്ഷി അതിന് ശ്രദ്ധ കൊടുത്തില്ല. എന്നിട്ട് അതെന്ത് ചെയ്യൂ? അതിൽ നിന്ന് മുഖം തിരിച്ച് കളഞ്ഞു. ഉസേ ജമീൻ പർ ഉത്തർക്കർ, നമ്മുടെ യുവാവായ പക്ഷിക്ക് എന്താണ്? ജമീൻ പർ ഉത്തർക്കർ. എന്താ ജമീൻ പർ എന്ന? നിലത്തിറങ്ങുക. ആകാശത്തു കൂടി പറന്നു നടക്കുന്ന പക്ഷി എന്ത് ചെയ്തു? ജമീൻ പർ ഉത്തർക്കർ, നിലത്തിറങ്ങി. ദീമക്കേയും ഗാനേക്കി, ചിതലുകൾ കഴിക്കാനുള്ള ചട്ട് ലഗേതി. എന്താ ചട്ട് ലഗ്ന? രുചി പിടിക്കുക അല്ലേ? നാവിന് സ്വാദ് പിടിച്ചു കഴിഞ്ഞു അല്ലേ? എത്ര രസകരമായ ഭക്ഷണം എന്ന സ്വാദ് അവന് പിടിച്ചു കഴിഞ്ഞു. എന്താണ് അവനക്ക് രസകരമായ ഭക്ഷണമായി തോന്നുന്നത്? ദീമക്കുകൾ, ചിതലുകളാണ്. ചട്ട് ലഗൈ എന്നെന്താ വാക്കിൻ്റെ അർത്ഥം? രുചി പിടിക്കുക. അപ്പോൾ ജമീൻ പർ ഉത്തർക്കർ, എവിടെ ഇറങ്ങിയിട്ട്? നിലത്തിറങ്ങി. ദീമക്കേയും ഗാന, ദീമക്കുകൾ കഴിക്കുന്നതിൽ ഉസെ ചട്ട് ലഗൈതി, അവന് രുചി പിടിച്ചു കഴിഞ്ഞു കൂട്ടുകാരെ. അബ് ഉസെ ന ദൂസരെ കീടെ അച്ഛെ ലഗ്തേ. അബ് ഉസെ, ഇനി അവന് ന ഇല്ല, നാ തോ ദൂസരെ കീടെ അച്ഛെ ലഗ്തേ ഹെ, നാ തോ ദൂസരെ കീടെ മറ്റുള്ള പ്രാണികൾ ഉസെ അച്ഛേ നഹി ലഗ്തേ, അവന് അത്ര നല്ലതായി തോന്നുന്നില്ല, അവനക്ക് രുചി തോന്നുന്നില്ല. മറ്റുള്ള പ്രാണികളും മറ്റുള്ള ഭക്ഷണങ്ങളും അവനെന്ത് ചെയ്യുന്നില്ല? ന അച്ഛേ ലഗ്തേ, രുചി ഉള്ളതായിട്ട് തോന്നുന്നില്ല. നഫൽ, അതുപോലെ പഴങ്ങൾ, ന പഴങ്ങളും, ന അനാജ് കെ ദാനെ, അതുപോലെ അനാജ് കെ ദാനെ, ധാന്യത്തിൻ്റെ മണികളും, അനാജ് കെ ദാനെ, ധാന്യത്തിൻ്റെ മണികളും ഉസേ ഉത്തനെ അച്ഛേ നഹി ലഗ്തേ, അവനത്ര രുചിയുള്ളതായി തോന്നില്ല. കാരണം ദീമക്കുകളുടെ ഷൗക്ക്, അമിതമായ താല്പര്യം ആർക്ക് പിടിച്ചിരുന്നു? യുവാവായ പക്ഷിക്ക് പിടിച്ചിരുന്നു. ദീമക്കോं का शौक उस पर हावी हो गया था. ദീമക്കോं का शौक, ദീമക്കുകളുടെ ഷൗക്ക്, ഷൗക്ക് എന്താണ്? രുചി. ഉസ് പർ ഹാവി ഹോ ഗയ, അവന് കീഴടക്കി കഴിഞ്ഞു. ഹാവി ഹോ ജാന, കീഴടക്കുക. അപ്പോൾ ദീമക്കുകളുടെ ആ താല്പര്യം അല്ലെങ്കിൽ രുചി എന്ത് ചെയ്തു? ഉസ് പർ ഹാവി ഹോ ഗയ, അവനെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ആരെയാണ് കീഴടക്കിയിരിക്കുന്നത്? യുവാവായ പക്ഷിയെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. കൂട്ടുകാരെ, ലേക്കിൻ ऐसे कितने दिनों तक चलता, ലേക്കിൻ എന്നാൽ ऐसे कितने दिनों तक चलता, ഇങ്ങനെ എത്ര ദിവസത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? എന്താണ് അവൻ ചെയ്യുന്നത്? ഓരോ ദിവസവും തൻ്റെ ചിറകുകൾ പറിച്ചെടുത്ത് നമ്മുടെ ഗാഡി വാലേക്കോ, വണ്ടിക്കാരന് കൊടുക്കുകയാണ്. അതിന് പകരമാണ് അവൻ എന്ത് ചെയ്യുന്നത്? ദീമക്കുകൾ കഴിക്കുന്നത്. അങ്ങനെ കിത്തനെ ദിനോ തക്, എത്ര ദിവസത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? ഉസ്കെ പങ്കോं की സംഖ്യ, അവൻ്റെ ചിറകുകളുടെ സംഖ്യ ലഗാതാർ ഘടത്തി ചലി ഗയി, നിരന്തരമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ചിറകുകൾ? നമ്മുടെ പക്ഷിയുടെ ചിറകുകൾ ലഗാത്താർ. എന്താ ലഗാത്താർ എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഘടത്തി ചലി ഗയി, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. अब वह ऊंचाइयों पर उतना संतुलन साध नहीं सकता. अब ऊंचाइयों पर, ഇപ്പോൾ അവന് ഊഞ്ചായാം, ഉയരങ്ങളിൽ, അപ്ന സന്തുലൻ സാധ് നഹി സക്ത, തൻ്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നില്ല. ഉയരങ്ങളിൽ പറന്ന് സന്തുലിതാവസ്ഥയോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മുടെ പക്ഷിക്ക് കഴിയുന്നുണ്ടോ? നഹി, ഇല്ല. ന ബഹത് സമയ തക് പങ്ക് ഉസെ സഹാരെ ദേ സക്ത, ന ബഹത് സമയ തക്, അതുപോലെ ന കഴിയില്ല, ബഹത് സമയ തക്, ഒരുപാട് സമയത്തോളം ആ ചിറകുകൾക്ക് അവനെ ആശ്രയമായി മാറുന്നില്ല. ചിറകുകൾക്ക് അവനെ ആശ്രയിക്കാൻ കഴിയുന്നില്ല. കാരണം ചിറകുകളുടെ എല്ലാം ദുർബലമായിക്കൊണ്ടിരുന്നു, ഓരോ ചിറകുകളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിറകുകളുടെ ആശ്രയത്തിൽ അവന് മുന്നോട്ട് പറക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്തൊക്കെയാണ് ഇപ്പോൾ അവന് കഴിയാത്തത്? ഊഞ്ചായിയോ പർ സന്തുലൻ സാധ് നഹി സക്ത, ഉയരങ്ങളിൽ അവൻ്റെ സന്തുലിതാവസ്ഥ സാധ് നഹി സക്ത, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ന ബഹത് സമയത്തക്ക്, ഒരുപാട് നേരത്തോളം, പങ്ക് ഉസെ സഹാര നഹി സക്ത, ചിറകുകൾ അവനെ ചിറകുകൾ ആശ്രയത്തിൽ അവന് മുന്നോട്ട് പറക്കാൻ കഴിയുന്നില്ല. ആകാശ് യാത്രയ്ക്ക് ദൗരാൻ, ആകാശയാത്രക്ക് ദൗരാൻ ഇടയിൽ, ആകാശയാത്രയ്ക്ക് ദൗരാൻ, ആകാശയാത്രക്കിടയിൽ, ജൽദി ജൽദി, പെട്ടെന്ന് പെട്ടെന്ന്, പഹാടി ചട്ടാനോ, പർവ്വതങ്ങളുടെ, ചട്ടാൻ പാറകളിലും, പേടോങ്കി ചോട്ടിയാം, മരങ്ങളുടെ ശിഖരങ്ങളിലും, പേടോങ്കി ചോടിയാം, മരങ്ങളുടെ ചൊടി, എന്താ ചൊടി? ശിഖരങ്ങളിലും, ഗുബന്തോം പർ, താഴികക്കുടങ്ങൾ, നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളുടെ ഏറ്റവും മുകളിലായിട്ട് താഴികക്കുടങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഗുബന്തോം പർ, താഴികക്കുടങ്ങളും,
और ബുർജോം പർ വലിയ വലിയ ഗോപുരങ്ങളിലും, ബുർജ് എന്താ അർത്ഥം? ഗോപുരങ്ങളിലും, ബുർജോം പർ ഗോപുരങ്ങളിലും ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട്, ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട് ബാറ്റ് ജാന പടുത്ത ഇരിക്കേണ്ടതായിട്ട് വന്നു. ആർക്കാണ് ഇരിക്കേണ്ടതായിട്ട് വന്ന്? നമ്മുടെ നൗജവാൻ പക്ഷിക്ക് ഹാഫ്തേ ഹുയെ ബാറ്റ് ജാന പടുത്ത ഇരിക്കേണ്ടതായിട്ട് വന്നു. ഉസ്കെ പരിവാർ വാലെ അവൻ്റെ കുടുംബാംഗങ്ങൾ, ഉസ്കെ പരിവാർ വാലെ അവൻ്റെ കുടുംബാംഗങ്ങൾ, തഥാ മിത്ര കൂടാതെ മിത്ര കൂട്ടുകാരും, ഊഞ്ചായിയോം പർ തൈർത്തെ ഹുയെ ഉയരങ്ങളിൽ തൈർന പറക്കുമ്പോൾ, ഊഞ്ചായിയോം പർ തൈർത്തെ ഹുയെ ഉയരങ്ങളിൽ പറന്നുകൊണ്ട്, ആകെ ബഡ്ജാത്ത മുന്നോട്ട് നീക്കൊണ്ടിരുന്നു. അവൻ്റെ കൂട്ടുകാരും കുടുംബാംഗങ്ങളുമെല്ലാം എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഊഞ്ചായിയോം പർ തൈർത്തെ ഹുയെ ഉയരങ്ങളിൽ പറന്ന് ആകെ ബഡ്ജാത്തെ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു. പക്ഷെ പക്ഷിക്ക് അങ്ങനെ കഴിയുമോ? ഇല്ല. ഏക് ഏക് പങ്ക് ചലി ഗൈ, ഓരോ ചിറകുകളായി നഷ്ടപ്പെട്ടു പോയ പക്ഷിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? നഹി. വോ ബഹോത് പിച്ചഡ് ജാത്ത, അവൻ ഒരുപാട്, പിച്ചഡ് ജാന എന്താ പിച്ചഡ് ജാന? പുറകിലായി പോവുക. പിച്ചഡ് ജാന പുറകിലായി പോവുക, പിച്ചഡ് ജാന പുറകിലായി പോവുക. ഫിർബി എന്നിട്ടും, ദീമക്കെ ഗാനേക്ക ഉസ്കാ ഷൗക്ക്, ചിതറുകൾ കഴിക്കാനുള്ള ഉസ്കാ ഷൗക്ക് അവൻ്റെ ഷൗക്ക് താല്പര്യം, കം നഹി ഹുവ കുറഞ്ഞില്ല, കം നഹി ഹുവ കുറഞ്ഞില്ല. ദീമക്കോങ്കേലിയെ ഈ ചിതലുകൾക്ക് വേണ്ടി, ഘാടി വാലേക്കോ വോ അപ്ന പങ്ക് തോടുക്കർ അവൻ തൻ്റെ ചിറകുകൾ തോടുക്കർ പൊട്ടിച്ച് ദേത്താരഹ നൽകിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവൻ്റെ അതിയായ താല്പര്യം കുറയുന്നുണ്ടോ കൂട്ടുകാരെ? ഇല്ല. വീണ്ടും വീണ്ടും അവൻ എന്ത് ചെയ്യാണ്? തൻ്റെ ചിറകുകൾ പൊട്ടിച്ച് ആർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്? വണ്ടിക്കാരന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫിർ ഉസ്നെ സോച്ച, പിന്നീട് അവൻ ചിന്തിച്ചു, കി എന്തെന്നാൽ, ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസൂൽ ഹെ, ഇങ്ങനെ ആകാശത്തിൽ പറക്കുന്നത് വെറുതെയാണല്ലേ. അവൻ ചിന്തിക്കുകയാണ്, എന്തിനാ നമ്മളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ വെറുതെ പറന്നടക്കുന്നത്? ഇത് ഫിസൂൽ, ഇത് വെറുതെയാണ്. വോ മൂർഖോങ്ക കാം ഹെ, അത് വിഡ്ഢികളുടെ ജോലിയാണ്. അതെന്താ ആരുടെ ജോലിയാണ്? മൂർഖോങ്ക, വിഡ്ഢികളുടെ ജോലിയാണ്. ഉസ്കി ഹാലത്ത് ഏതി, അവൻ്റെ അവസ്ഥ തന്നെ ഇങ്ങനെയാണ്. കി വോ ആസ്മാൻ മേ ഉഡ് നഹി സക്ത, ഇനി അവന് ആകാശത്തൊന്നും പറക്കാൻ കഴിയില്ല. ആ അവസ്ഥയിലായിരിക്കുന്നു നമ്മുടെ പക്ഷി. ഉസ്കി ഹാലത്ത് ക്യാ ഹെ, എന്താണ് അവൻ്റെ അവസ്ഥ? വോ ആസ്മാൻ മേ ഉഡ് നഹി സക്ത, ആകാശത്ത് പറക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? നഹി, അല്ല. വോ സിർഫ് പേഡ് സെ ഉഡ്കർ, അവന് സിർഫ് കേവലം പേഡ് സെ ഉഡ്കർ ഒരു മരത്തിൽ നിന്ന് പറന്ന്, ദൂസരെ പേഡ് തക് പഹുഞ്ച് പാത്ത അടുത്ത മരത്തിലേക്ക് മാത്രമേ എത്താൻ കഴിയുള്ളൂ. അവനിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുള്ളൂ? ഏക് പേഡ് സെ ഉഡ്കർ ഒരു മരത്തിൽ നിന്നും ഉയർന്ന് അടുത്ത മരത്തിലേക്ക് പഹുഞ്ച് പാത്ത എത്തിച്ചേരാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ധീരെ ധീരെ പതുക്കെ പതുക്കെ, ഉസ്കി യേ ശക്തി ബി കം ഹോത്തി ചലി ഗൈ, അവൻ്റെ ഈ ശക്തിയും എന്ത് ചെയ്തു? കം ഹോത്തി ചലി ഗൈ, നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ധീരെ ധീരെ പതുക്കെ പതുക്കെ, ഉസ്കി യേ ശക്തി അവൻ്റെ ഈ ശക്തിയും കം ഹോത്തി ഗൈ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർ ഏക് സമയ് വോ ആ ഗയാ, ഒരു സമയം ഇപ്രകാരത്തിൽ വന്നു ചേർന്നു. ഏക് സമയ് ഒരു സമയം ഇപ്രകാരത്തിൽ എത്തിച്ചേർന്നു. വോ ബഡീ മുഷ്കിൽ സെ, അവൻ വളരെ പ്രയാസപ്പെട്ട്, പേട് കി ഏക് ഡാൽ സെ മരത്തിൻ്റെ ഒരു ചില്ലയിൽ നിന്നും, ദൂസരി ഡാൽ പർ അടുത്ത ചില്ലയിലേക്ക്, ഏക് ഡാൽ സെ ഒരു ചില്ലയിൽ നിന്നും, ദൂസരി ഡാൽ അടുത്ത ചില്ലയിലേക്ക്, ചൽക്കർ ഫുദക് കർ, എന്താ ഫുദക്കന? ചാടി ചാടി, പഹുച്ച എത്തിച്ചേരാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു ചില്ലയിൽ നിന്നും അടുത്ത ചില്ലയിലേക്ക് ചാടി ചാടി പഹുച്ച എത്തിച്ചേരാൻ കഴിയുള്ളൂ. പറന്നെത്താൻ കഴിയുന്നുണ്ടോ? ഇല്ല. അവൻ്റെ ചിറകുകൾക്ക് ഇനി ആ ശക്തിയില്ല, പറക്കാനുള്ള ശക്തിയില്ല. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? സ്വാഭാവികമല്ലാത്ത ഭക്ഷണത്തിൻ്റെ പിറകിൽ പോയി അവനത് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. ലേഖിൻ എന്നാലോ, ദീമക്കെ ഗാനേക്ക ഉസ്കാ ഷൗക്ക്, ദീമക്കുകൾ കഴിക്കാനുള്ള അവൻ്റെ താല്പര്യം, കം നഹി ഹുവ കുറഞ്ഞതുമില്ല. ദീമക്കയും ഗാനേക്ക ചിതലുകൾ കഴിക്കാനുള്ള ഉസ്കാ ഷൗക്ക് അവൻ്റെ താല്പര്യം, കം നഹി ഹുവ കുറഞ്ഞതുമില്ല. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുത്താ ദേ ജാത്ത, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ്? ഹമാരെ ഗാഡി വാല, നമ്മുടെ വണ്ടിക്കാരൻ,
ഉസേ ബുത്ത ദേ ജാത്ത, അവനെ കബളിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ബുത്ത ദേ ജാത്ത എന്ന് പറഞ്ഞാൽ? കബളിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെ കബളിപ്പിക്കുന്നു? നമ്മളെ പക്ഷിയെ കബളിപ്പിച്ച് വണ്ടിക്കാരൻ കടന്നു പോകുന്നുണ്ട്. വോ കഹി നസർ നഹി ആത്ത, നമ്മുടെ വണ്ടിക്കാരനെ ഒരിക്കലും പിന്നെ കാണാൻ കഴിയുന്നില്ല. പക്ഷിയെ പറ്റിച്ച് വണ്ടിക്കാരൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കാരൻ മനസ്സിലായി ഇനി അവൻ്റെ കയ്യിൽ ചിറകൊന്നുമില്ല അല്ലേ, അവനിനി വെറുതെ എന്ത് കൊടുക്കേണ്ടി വരും? ദീമക്കുകൾ കൊടുക്കേണ്ടി വരും. അപ്പം വണ്ടിക്കാരൻ അവൻ അറിയാതെ കടന്നു പോകാൻ തുടങ്ങുക. നസർ നഹാത്ത, കാണാൻ കഴിയുന്നില്ല. പക്ഷി ഉസ്കെ ഇന്തിസാർ മേ, പക്ഷി അവനെ ഇന്തിസാർ പ്രതീക്ഷിച്ച്, ഗുൽത്താർ ഏത്ത ഉരുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ. അവനെ കാത്ത്, അവനെ പ്രതീക്ഷിച്ച്. ആരെ പ്രതീക്ഷിച്ച്? ഗാഡി വാലേക്ക് ഇന്തിസാർ മേ, നമ്മുടെ വണ്ടിക്കാരനെ പ്രതീക്ഷിച്ച്. അപ്പനെ സമയ ബിതാത്ത രഹത്ത, തൻ്റെ സമയം എന്ത് ചെയ്തു? ചിലവഴിച്ചു. നമ്മളെ വണ്ടിക്കാരനെ കാണാൻ പറ്റുമോ നമ്മളെ പക്ഷിക്ക്? അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലേ. ഈ ഭാഗം, ഇന്നെടുത്ത ഭാഗം എന്ത് ചെയ്യൂ? നന്നായിട്ട് വായിച്ചു നോക്കൂ. നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. പ്രയാസമുള്ള വാക്കുകളൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി അതൊന്നുകൂടി വോയിസ് കേട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തുടർ ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.